ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയുടെ യാത്ര പറഞ്ഞിറങ്ങുക. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ സുധീഷിനോട് നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. സുധീഷ് നല്ല ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇയാൾ എനിക്ക് ഒരുപാട് നല്ല ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ നിധി എന്ന് സുധീഷിനോട് അതെ അതെ, ഇയാളുടെ വീട്ടുകാരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, ഇനി ഞാൻ നിങ്ങളൊട്ടും ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ, ഇതുവരെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അതൊന്നും സാരമില്ലെന്നേ. എടോ, ഈ സഹായിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉള്ള ശീലമാടോ, അതിനുവേണ്ടി താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും സമയം കളയണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് നിധിയെ പറഞ്ഞയച്ചു. എന്നിട്ട് യാത്ര പറഞ്ഞ് നമ്മുടെ നിധി അവിടുന്ന് പോവുക. പൈസ വല്ലതും വേണമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഈ കാശൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ഓക്കെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിധിയെ പറഞ്ഞു വിട്ടു. സുധീഷ് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നിധി പോയിട്ട് തിരിഞ്ഞു നോക്കുക കേട്ടോ സുധീഷിനെ. അപ്പോൾ നിധി നോക്കുന്നത് സുധീഷും ആ സൈഡിലെ കണ്ണാടിയിൽ കൂടി ഇങ്ങനെ കാണുവാണേ. നിധി അവിടെ നിന്ന് അങ്ങ് പോയി, സുധീഷും അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുധീഷ് ഭയങ്കര സന്തോഷത്തിലാണ്. പോയിട്ട് വാ മോളെ എന്നും പറഞ്ഞ് എന്നിട്ട് പുറകിലെ കണ്ണാടി കൂടെ ഒക്കെ ഇങ്ങനെ നിധിയെ നോക്കുവാണ്. ഭയങ്കര ഒരു ഇത്. അപ്പം ഞാൻ ഒന്നും പറയാത്തതിൽ നിനക്ക് ഫീലുണ്ടല്ലേ എന്നും പറഞ്ഞാണ് സുധീഷ് ഇരിക്കുന്നത്. എന്നും പറഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ നിധിയാണെങ്കിൽ ബാഗൊക്കെ ആയിട്ട് വാടക വീട്ടിലേക്ക് ചെല്ലുക. ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചെന്നു കേട്ടോ. അപ്പോൾ കയറി വരൂ എന്നും പറഞ്ഞിട്ട് ആ ചേട്ടൻ നിധിയെ വീട്ടിലേക്ക് വിളിച്ചു. നിധിയാണെങ്കിൽ കയറി ചെല്ലുന്നു. ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണല്ലോ നിധി കയറി ചെല്ലുന്നത്. ആ ചേട്ടൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സാർ ഞാൻ അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പം ഒരു മിനിറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് ആ കയ്യിൽ കൊടുത്ത ടോക്കൺ അഡ്വാൻസ് എടുത്ത് നിധിയുടെ കയ്യിൽ തിരികെ കൊടുത്തു. ഇത് നിങ്ങൾ ഇന്നലെ തന്ന ടോക്കൺ അഡ്വാൻസ് 5000 രൂപയാണെന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ നിധി ഞെട്ടി. ഇത് പിടിക്കുകൂട്ടിയെന്ന് പറഞ്ഞു. അല്ല എന്താ സാർ ഇത്, എന്തിനാ ടോക്കൺ തിരിച്ചു തരുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നതിലൊന്നും തോന്നരുത് കേട്ടോ, കുട്ടിക്ക് ഇവിടെ വാടകയ്ക്ക് വീടില്ല കേട്ടോ എന്ന് അദ്ദേഹം പറയും. അപ്പോൾ കാരണം എന്താ? കാരണമൊന്നും ചോദിക്കേണ്ട, നിങ്ങൾക്ക് വാടകയ്ക്ക് തരാൻ വീടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നലെയല്ലേ സാർ വീട് തരാമെന്ന് പറഞ്ഞു ചോദിക്കുമ്പം ഇന്നലെ തരാമെന്ന് പറഞ്ഞു, ഇന്ന് തരില്ലെന്ന് പറഞ്ഞു. അത് എൻ്റെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. സാർ എന്താ സാർ പ്രശ്നം, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിധി പറയുന്നു. പെട്ടെന്ന് ഇങ്ങനെ പറയാനുള്ള കാരണം, ഞാൻ വീട്ടിൽ സംസാരിച്ചപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺകുട്ടിക്ക് വീട് കൊടുക്കണ്ടെന്ന് അവർ പറഞ്ഞത്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം സാർ ഞാൻ അവരോട് സംസാരിക്കാം, ഇന്നലെ തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് ഇന്ന് മാറ്റി പറയുന്നത് ശരിയല്ല എന്ന് അവരോട് പറയണം സാർ എന്ന് പറയുമ്പം ആരും ആരോടും സംസാരിക്കേണ്ട, തരാമെന്ന് പറഞ്ഞിട്ട് തരില്ല എന്ന് മാറ്റി പറയാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ലല്ലോ, കുട്ടി പോകാൻ നോക്കാൻ പറഞ്ഞു. എനിക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞാൽ 5000 രൂപ നിധിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അദ്ദേഹം അകത്തേക്ക് കയറി പോയിട്ടോ. നിധിയാണെങ്കിൽ ആകെ പെട്ടു. സുധീഷ് ഈ സമയത്ത് കുറച്ച് മാറി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് സുധീഷ് ഇങ്ങനെ ആലോചിക്കുക, ഭഗവാന്റെ മുന്നിൽ വിളക്ക് കൊളുത്തി മനസ്സുരുകി പ്രാർത്ഥിച്ച ആ ഒരു സെക്കൻഡ് നേരത്തെ കാര്യങ്ങൾ. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കഷ്ണം പേപ്പർ എടുത്ത് ചുരുട്ടി നിലത്തേക്ക് ഇട്ടു. അങ്ങനെ നോക്കുമ്പോഴാണ് വീട് വാടകയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ടൊരു ഇത് കണ്ടത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സുധീഷ് വേഗം അത് എടുത്ത് നോക്കുക. അപ്പോൾ വട്ടമിട്ട് വെച്ചിരിക്കുന്നതും സുധീഷ് കാണുകയാണ്. അങ്ങനെ സുധീഷ് അവിടെ എന്തോ പാര പണിതാണ്. അപ്പോൾ സുധീഷ് എന്നതിൻ്റെ ഓണർ ചെന്ന് കണ്ടു. അയാളെ ചെന്ന് കണ്ട് സുധീഷ് വഴക്കുണ്ടാക്കി. അപ്പോൾ താൻ ആരാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരാണ് എന്നുള്ളതിൽ പ്രധാനം എനിക്ക് നിങ്ങളെ കാണണം എന്നുള്ളതാണെന്ന് സുധീഷ് പറഞ്ഞു. മനസ്സിലായില്ല. അപ്പം സാറേ ഈ വീട് വാടകയ്ക്ക് കൊടുത്തല്ലേ, അപ്പോൾ എൻ്റെ വീട് ഞാനല്ലാതെ വേറെ ആരെങ്കിലും വാടകയ്ക്ക് കൊടുക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുക. അത് കേട്ടപ്പം അതാർക്കാ കൊടുത്തത്, അതെന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നാലും ഒന്ന് പറയണം എന്ന് സുധീഷ് അദ്ദേഹത്തിനോട്. നിങ്ങൾ നിധി എന്ന് പറയുന്നൊരു പെൺകുട്ടിക്കല്ലേ ഈ വീട് വാടകയ്ക്ക് കൊടുത്തതെന്ന് ചോദിക്കുമ്പം അതെ. നിങ്ങൾ ആ കുട്ടിയുടെ ആരാണെന്ന് ചോദിക്കുമ്പോൾ അതെ ഭർത്താവാണെന്ന് പറഞ്ഞു. ഭർത്താവോ? നിങ്ങൾ പുറം നാട്ടിൽ എവിടെയാണെന്നാണല്ലോ ആ കുട്ടി പറഞ്ഞത്. അപ്പം ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാ, ഇവിടെ വെള്ളയമ്പലത്താണ് എൻ്റെ വീട്, വെള്ളയമ്പലത്ത് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണെന്നാണല്ലോ ആ കുട്ടി എന്നോട് പറഞ്ഞത്. അതെ, ആ റിലേറ്റീവാണ് ഞാൻ, അവളുടെ ഹസ്ബൻഡ്. നിങ്ങളോടൊപ്പം താമസിച്ചിട്ട് ആ കുട്ടി എന്തിനാ വേറെ വീട് നോക്കുന്നതെന്നാ ചേട്ടൻ ചോദിക്കുമ്പം കറക്റ്റ്, ഞാനത് പറയാം. ആ ചോദ്യം എനിക്ക് വേണ്ടത്. എനിക്കും അവൾക്കിടയിൽ ഒരു ചെറിയ വഴക്കുണ്ട്. ആ ദേഷ്യത്തിലാണ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, വേറെ വീട്ടിൽ താമസിക്കാൻ പോകുന്നത്. ആ കുട്ടി അങ്ങനെയൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞത്. നിങ്ങൾ ആ കുട്ടിയുടെ ശരിക്കുള്ള ഹസ്ബൻഡ് ആണോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ സംശയമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. ഇവളെ പറ്റി തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ഇവള് തന്നെയല്ലേ നിങ്ങളുടെ അടുത്ത് വന്ന് വീട് ചോദിച്ചത്. ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാം. അതിനിടയിലേക്ക് വന്ന വീട് വാടകയ്ക്ക് കൊടുക്കാനും സഹായിക്കാനും ഒക്കെ നിന്നാലുണ്ടല്ലോ വെച്ചേക്കില്ല ഞാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ചേട്ടനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക സുധീഷ്. നാളെ നിധി വരുമ്പോൾ
വീടില്ല എന്നും പറഞ്ഞ് അവളെ തിരിച്ചയച്ചോളണം. അതെങ്ങനെ പറ്റും? ഞാൻ അഡ്വാൻസ് വാങ്ങിപ്പോയി, ഇനി അങ്ങനെ വീടില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് ചേട്ടൻ പറയുമ്പോൾ, അയ്യടാ അതേ ഒരുമാതിരി നിഷ്കളങ്കനായ ഹൗസ് ഓണറെ പോലെ എൻ്റെ മുന്നിൽ സംസാരിക്കരുത് കേട്ടോ. വാടകയ്ക്ക് ഒരു വീട് അന്വേഷിക്കാൻ തുടങ്ങിയാലേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കിട്ടാതിരിക്കും. ബാച്ചിലർക്ക് വീട് കൊടുക്കില്ല, വലിയ ഫാമിലിക്കാർക്ക് വീട് കൊടുക്കില്ല, അപ്പോൾ ബീഫ് കഴിക്കുന്നവർക്ക് വീട് കൊടുക്കില്ല, മീഡിയക്കാർക്ക് കൊടുക്കില്ല, പോലീസുകാർക്ക് വീട് കൊടുക്കില്ല, അങ്ങനെ പല പല കണ്ടീഷൻസ് വെക്കുന്ന എത്രയോ വീടുകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും പറഞ്ഞ് അഡ്വാൻസ് അങ്ങ് തിരിച്ചു കൊടുത്തേക്കണം. അല്ലാതെ സത്യസന്ധരായ ഹൗസ് ഓണേഴ്സിനെ പോലെ അഡ്വാൻസ് വാങ്ങിപ്പോയി വീട് കൊടുത്തല്ലേ പറ്റൂ. ആ രീതിയൊന്നും വേണ്ട കേട്ടല്ലോ. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഒരുപാട് സംസാരിക്കേണ്ട, എൻ്റെ വീടിൻ്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. ഈ നാട്ടിൽ പോലീസുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ നിങ്ങൾ പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെ വേണമെങ്കിലും വിളിച്ചോ. ഇങ്ങനെ വന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ എനിക്കെതിരൊരു പെറ്റി കേസ് എടുക്കാനൊക്കെ അവർക്ക് പറ്റുമായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്താൽ അടുത്ത മാസം വാടക വാങ്ങാനായിട്ടേ നിങ്ങളുടെ ഈ 2 കൈയും കാണത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പേടിച്ചു പോയി. കാണില്ലെന്ന് പറഞ്ഞാൽ കാണില്ല, ഞാൻ വെട്ടിയങ്ങ് എടുക്കുമെന്നും സുധീഷ ചേട്ടനോട് പറയാം. അത് ഉറപ്പാണെന്നോ ചേട്ടൻ പേടിച്ചു പോയി കേട്ടോ. പിന്നെ കേസല്ലേ, അത് ഞാൻ അപ്പം നോക്കും. അപ്പോൾ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? തുടക്കം മുതലേ ശരിയല്ലല്ലോ. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് വന്ന് വീട് വാടകയ്ക്ക് ചോദിക്കുന്നു, അതിൻ്റെ പിന്നാലെ ഭർത്താവാണെന്നും പറഞ്ഞ് നിങ്ങൾ വന്ന് ലഹള കൂട്ടുന്നു. എന്നതാ ഇതൊക്കെ ശരിയായ കാര്യമാണോ? ഞങ്ങളിവിടെ കുടുംബമായിട്ട് താമസിക്കുന്നവരാണെന്ന് ആ ചേട്ടൻ പറഞ്ഞപ്പം, നിങ്ങളൊക്കെ കുടുംബമായിട്ട് താമസിക്കുന്നവർ, എന്നിട്ടാണ് എൻ്റെ കുടുംബം പിരിച്ച് 2 ആക്കുന്നതിന് വീട് വാടകയ്ക്ക് കൊടുക്കുന്നതല്ലേ? എടോ തന്നെ വെറുതെ ഇടാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുത്തിന് കയറി പിടിച്ചു. എൻ്റെ പൊന്നെ എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ വീടൊന്നും കൊടുക്കുന്നില്ല എന്ന് ആ ചേട്ടൻ പറഞ്ഞു. എനിക്കിങ്ങനെ ദുരുദ്ദേശങ്ങളൊന്നും ഇല്ലയെന്ന് ചേട്ടൻ പറയാം. അപ്പോൾ ഞാൻ വീട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധീഷ് ആ ചേട്ടനെ കണ്ട് സംസാരിച്ചതും വീട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതും എല്ലാം സുധീഷ് ഇങ്ങനെ നയ പറക്കുമ്പോഴാണ് നമ്മുടെ നിധി അങ്ങോട്ടേക്ക് വരുന്നത്. നിധി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സുധീഷ് ചോദിച്ചു, എന്താ എന്തെങ്കിലും വണ്ടിയിൽ മറന്നു വെച്ചെടുക്കാൻ വന്നാണോ എന്ന് ചോദിച്ചു. ഞാനൊന്നും മറന്നു വെച്ചിട്ടില്ല. അല്ലേ പിന്നെന്താ വന്നേ? ആ വീട്ടിൽ ആൾ കാണില്ലല്ലേ, അപ്പോൾ ചിലപ്പോൾ പുറത്ത് പോയിട്ടുണ്ടാവും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ നിധിയോട് സുധീഷ് ചോദിക്കൊന്നും അറിയാത്തതുപോലെ. എന്തു പറ്റി? ഇനി നമ്മുടെ വീട്ടിൽ വല്ല മറന്നു വെച്ചിട്ടുണ്ട്, എന്നാൽ പിന്നെ ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. വേണ്ട, ഇയാളെന്താ പോവാതിരുന്നെന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഈ ഒരു എനിക്കൊരു ഫോൺ വന്നതുകൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന് സുധീഷ് നിധിയോട് പറയുക. അല്ല അതൊക്കെ വിട്, ഞാനെന്താ പോയതുപോലെ തിരിച്ചു വന്നേ എന്ന് നിധിയോട് ചോദിക്കുവാണേ. എന്തു പറ്റിയെന്ന് പറയടോ. അപ്പം നിധി ഇങ്ങനെ സുധീഷിനെ തന്നെ അടിമുടി നോക്കുന്നു. എന്തൊക്കെ സംശയമുണ്ട്. അല്ല ഡയലോഗൊക്കെ അടിച്ച് ഇവിടുന്ന് പോയതാണല്ലോ, ഇനി സഹായമൊന്നും വേണ്ട, ചെയ്ത് തന്നതിനൊക്കെ താങ്ക്സ്. എന്നിട്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പം ഹൗസ് ഓണർ വീട് തരാമെന്ന് സമ്മതിച്ചിരുന്നതാ. അഡ്വാൻസിൻ്റെ എന്ന് വാങ്ങിയതാ. അതും ശരി. ഇന്ന് പക്ഷെ ഞാൻ ചെന്നപ്പോഴേ ശരി. ഇയാളെന്താ എന്നെ കളിയാക്കുവാണോ എന്ന് നിധി അന്നേരം ചോദിക്കുക. അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല, ഇയാൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ചെന്നപ്പോൾ വീട് തരാൻ പറ്റില്ല എന്ന് പറയുന്നു. വീട് തരാൻ പറ്റില്ലെന്നോ? അയ്യോ അപ്പോൾ അഡ്വാൻസോ? അത് അദ്ദേഹം തിരിച്ചു തന്നെന്ന് പറഞ്ഞു. ഭാഗ്യം, അപ്പം കാശ് പോയില്ലല്ലോ. എന്ത് ഭാഗ്യം എന്ന് നിധി ചോദിക്കുക. ഇന്നലെ വരെ വീട് തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് പെട്ടെന്ന് തരില്ല എന്ന് പറഞ്ഞ് അതങ്ങനെ ശരിയാകുമെന്ന് നിധി ചോദിക്കുക. അപ്പം അത് ശരിയാണല്ലോ. അല്ല അതെങ്ങനെ ശരിയാകുന്നേ? ഇന്നലെ ടോൺ വേറെ, ഇന്ന് ചെന്നപ്പോൾ രീതി വേറെ, ഇതെന്താ ഇങ്ങനെ? അത് ശരിയാണല്ലോ. പെരുമാറുന്ന രീതി പോലും വേറെ രീതിയിലാണെന്ന് പറയുമ്പോൾ അയ്യോ അത് കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് ഇങ്ങനെ നിൽക്കാം. ഇയാളാണെങ്കിൽ എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇറങ്ങുകയും ചെയ്തല്ലോ. അപ്പോൾ എന്തോ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം അതിൽ സംശയമില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ അങ്ങേര് പെരുമാറില്ലായിരുന്നല്ലോ. എനിക്ക് സംശയം ഇയാളെ തന്നെയാണെന്ന് പറയുമ്പം ഉയ്യോ എന്നെയോ ഞാനെന്നാ ചെയ്തതെന്ന് ചോദിച്ച് സുധീഷ് ഇങ്ങനെ നിൽക്കുക. നല്ല കാര്യമായി പോയി. എടോ ഞാനെന്തോന്ന് ചെയ്തോന്നാ? ഞാനൊരു സൈഡിൽ വണ്ടി നിർത്തി ഫോൺ ചെയ്യായിരുന്നില്ലേ? ഇതിപ്പോൾ എന്നെ തന്നെ നിങ്ങൾ സംശയിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധീഷ് നിധിയോട് ചോദിച്ചു. ഇയാൾ വീട് നോക്കിയ കാര്യം സുഭാഷ് ചേട്ടനോട് പറയുമ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്. വീട് നോക്കിയത് ഇയാൾ, അഡ്വാൻസ് കൊടുത്തതും ഇയാൾ, എന്നിട്ട് സംശയം എൻ്റെ മേലെ. ഇത് കഷ്ടമെന്ന് നോക്കിയാൽ ഞാനെന്നെ ചെയ്തിട്ടാന്നേ. അപ്പോൾ രാവിലെ മുതൽ ഞാൻ ഇയാളെ ശ്രദ്ധിക്കായിരുന്നു. പെരുമാറ്റത്തിലൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോഴും ഇപ്പം കാണുമ്പോഴും എല്ലാം മുൻകൂട്ടി അറിയാവുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സുധീഷ് ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുക. അപ്പോൾ എന്തെങ്കിലും ഉടായ്പ കാണിച്ചിട്ടുണ്ടായിരിക്കും, അതെനിക്ക് ഉറപ്പാണെന്ന് നിധി പറയാം. സത്യം പറ, ഓണറോട് ഇയാൾ എന്തെങ്കിലും പറഞ്ഞോ ചോദിക്കുമ്പം അയ്യോ എൻ്റെ പൊന്നെ ഇയാൾ കണ്ട് ഈ വീടാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് തന്നെ. ഞാനെങ്ങനെ ഓണർ നേരിട്ട് കാണുമെന്ന് ചോദിച്ചു. ഇന്നലെ രാവിലെ മുതൽ നിങ്ങൾക്ക് പിന്നെ സന്തോഷം എന്തായിരുന്നു ചോദിച്ചു. അല്ല അത് പിന്നെ
പിന്നെ സങ്കടപ്പെടാൻ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് സുധീഷ് നിധിയോട് പറഞ്ഞു. ഇയാൾ വീട് അന്വേഷിച്ച് കണ്ടെത്തി യാത്ര പറഞ്ഞു പോയി, അതിലിപ്പോൾ ഇത്ര സങ്കടപ്പെടാൻ എന്താ ഉള്ളത് എന്ന് സുധീഷ് നിധിയോട് ചോദിക്കുക. പിന്നെ വീടൊന്നും നോക്കണ്ട, എൻ്റെ വീട്ടിൽ താമസിച്ചോളാൻ പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടാതെ എന്നോട് ദേഷ്യപ്പെടും. വീട് കിട്ടിയല്ലോ എന്നാൽ പിന്നെ ഹാപ്പി ആയിട്ട് പോയി താമസിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതും കുറ്റമാണല്ലോ. ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണ്. നിധി തന്നെ പറ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അത് നിധി പറയാൻ പറഞ്ഞു. നിധി നിൽക്കുക. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ കൂടി വരാം വാ എന്നും പറഞ്ഞെങ്കിൽ പോകുമ്പോൾ എങ്ങോട്ടാന്ന് ചോദിച്ചു. അല്ല, നമുക്ക് ആ ഓണറോട് ചോദിക്കാമല്ലോ. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതൊന്നും ശരിയാവത്തില്ല, എന്തായാലും എനിക്ക് എന്നാ സംശയം വന്നു, ഇനി അത് തീർത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ, വാ എന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കുമ്പോൾ അതിന് എന്നാ ചെയ്യാൻ പോകുമെന്ന് ചോദിച്ചു നിധി. എന്താണ് വീട് തരാതിരുന്നതെന്ന് ചോദിക്കാമല്ലോ. പിന്നെ എനിക്കിതിൽ പങ്കൊന്നും ഇല്ലാന്ന് ഇയാൾക്ക് അപ്പം മനസ്സിലാവില്ല എന്ന് ചോദിക്കുമ്പം അതൊന്നും വേണ്ടെന്നേ എന്ന് പറഞ്ഞു നിധി. അപ്പോൾ വേണമെന്നേ എന്നും പറഞ്ഞു സുധീഷ്. അല്ലെങ്കിൽ അത് ശരിയാവത്തില്ലെന്നേ, അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വേണമെന്ന് സുധീഷ്. എൻ്റെ ഈ കൈകളെ ശുദ്ധമാണെന്ന് എനിക്ക് തെളിയിക്കണ്ടേ എന്ന് ചോദിച്ചു. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലാന്ന് എനിക്ക് ഇയാളെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. രക്തോ? അല്ല, ഈ രക്തമല്ല, കറ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് പറയുവാണ്. ഈ സംശയം എന്ന കറയേ, വാ പോകാം, വന്ന് ചോദിക്കാം, വാടോ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ പോകുമ്പോൾ നിധി ആകെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോകുക കേട്ടോ. സുധീഷാണെങ്കിൽ മുൻകൂട്ടി അങ്ങ് എല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ ചെയ്യുന്നു. നിധി പിന്നാലെ പോണു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഓരോ വീട് കാണുമ്പോൾ ആ വീടായിരിക്കും അല്ലേ, ഈ വീടായിരിക്കും അല്ലേ, അയ്യോ ഇതൊന്നും അല്ല ഞാൻ പറയാമെന്ന് പറഞ്ഞു നിധി. എന്നാൽ പറയണം, എനിക്ക് അയാളുടെ മുഖത്ത് നോക്കി ചോദിക്കാനായിട്ട് എൻ്റെ ഈ രക്തം തിളച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു സുധീഷ്. ഇയാൾ ചുമ്മാ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ അയാളെന്ന് കാണട്ടെ വാ എന്ന് പറഞ്ഞപ്പോൾ സുധീഷിന് ഉള്ളിലൊരു പേടി, ദൈവം ഇനി അയാൾ എന്നെ അങ്ങനെ പറയുമോ എന്നുള്ളൊരു പേടി. ടെൻഷൻ അടിക്കണം, ഞാൻ ഡീൽ ചെയ്തോളാം വാ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ പോവാം. അപ്പോൾ ഇതേ കിട്ടിപ്പോൾ ഈ വീടാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇതേ ഓടി ഒരു വീട്ടിലേക്ക് ചെന്ന് കയറാൻ നോക്കുമ്പോൾ അതൊന്നും അല്ലടോ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം അവിടെ നിൽക്കുന്നത് നിധി കണ്ടു. അദ്ദേഹമാണെന്ന് പറഞ്ഞു. ഇയാളോ? എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവാ. ഹലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നു. ആ സമയത്ത് ആ ചേട്ടൻ പേടിച്ച് കുറച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ സുധീഷിനെ കണ്ടതും. അപ്പം നിധി അവിടെ വന്നു. എന്താ സാറേ ഇത്? ഇന്നലെ വന്ന് വീട് ചോദിച്ചപ്പോൾ സാറ് കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, ഇന്ന് വരുമ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ സാറേ അതിൻ്റെ അർത്ഥം എന്ന് സുധീഷ് ആ ചേട്ടനോട് ചോദിക്കുന്നു. അപ്പോൾ നിധിയുടെ നേരെ ആ ചേട്ടൻ നോക്കുക. ഇദ്ദേഹത്തിന് പേടിയായി. പറയാനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് എന്ന് കണ്ണ് ഇതാക്കി കാണിച്ച് പേടിപ്പിക്കുക. അപ്പോൾ വീട് കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് അദ്ദേഹം സുധീഷിനോട് പറയുന്നു. നീ ഇതൊക്കെ കേട്ട് വല്ലാണ്ടായി നിൽക്കുക. ഒരു പെൺകുട്ടിക്ക് തനിയെ താമസിക്കാൻ വീട് കൊടുക്കാൻ പാടില്ല എന്ന് വീട്ടുകാർ പറഞ്ഞു. അത് ശരിയാണെന്ന് എനിക്കും തോന്നി, അതുകൊണ്ടാണ് വീട് കൊടുക്കാതിരുന്നു എന്ന് പറഞ്ഞു. സാർ അത് പരസ്യം കൊടുക്കുമ്പോഴേ സൂചിപ്പിക്കണ്ടേ സാറേ, അതല്ലാതെ ഭാഗം എടുത്ത് ഒരു പെൺകുട്ടി താമസിക്കാൻ തയ്യാറായി വരുമ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു സുധീഷ് ആ ചേട്ടനെ മുന്നിൽ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ നോക്കുക. കൊടുക്കരുതെന്ന് പറഞ്ഞത് ഇവൻ, എന്നിട്ടിപ്പോൾ മാറ്റി പറയുന്നോ? അത് മൊത്തം നാടകമാണല്ലോ എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്ന ഒരാളുടെ വീട് അല്ലെങ്കിൽ നമുക്ക് വേണ്ട വാ പോകാമെന്ന് പറഞ്ഞു സുധീഷ് അവിടുന്ന് പോകുമ്പോൾ നിധി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. എന്തൊക്കെയോ ഒരു സംശയം നിധിക്ക് മൊത്തത്തിൽ. അപ്പോൾ അത് ശരി, എന്നെ വിശ്വാസം വന്നിട്ടില്ല അല്ലേ എന്ന് സുധീഷ് നിധിയോട് ചോദിക്കുന്നു. ആ ചേട്ടൻ ഇങ്ങനെ ഇവർ രണ്ടുപേരും മാറി മാറി നോക്കുക കേട്ടോ. അതെ ചേട്ടാ, ഹലോ, നിങ്ങൾ വീട് കൊടുക്കാത്തത് ഞാൻ കാരണമാണോ എന്ന് സുധീഷ് ആ ചേട്ടനോട് ചോദിക്കുമ്പോൾ ചേട്ടൻ ഇങ്ങനെ നോക്കുവാണ്. ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ വീട് കൊടുക്കാത്തതെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് ചേട്ടനെ കണ്ണക്കിറക്കിങ്ങ് പേടിപ്പിച്ചൊക്കെ കാണിക്കുക. അപ്പം ആര് പറഞ്ഞു? അങ്ങനൊന്നുമില്ല എന്നാ ചേട്ടൻ അന്നേരം പറഞ്ഞു. നീതി അന്നേരം അന്തമിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ഇതിനു മുൻപ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ, എന്നെ അറിയാമോ നിങ്ങൾക്കെന്ന് സുധീഷ് ഇദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പം എനിക്കൊന്നും അറിയില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പം ഞാൻ കണ്ടിട്ടുമില്ല. ആരാ നിങ്ങൾ? എന്താ ആരാ കുട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി ഇങ്ങനെ അന്തം വിട്ട് നോക്കും കേട്ടോ. നോക്കും നിധി, ഇയാൾക്ക് ഞാൻ ആരാണെന്ന് പോലും അറിഞ്ഞൂടാ. ഇനി എന്നെ സംശയിക്കുകയാണോ എന്ന് നിധി എന്ന് ചോദിക്കുക സുധീഷ്. അപ്പം കുട്ടി ഇയാളാണോ ഫോറിലുള്ള ഭർത്താവ് ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അയ്യോ അല്ലല്ല ഇതല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നിധി പറയാം. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം എന്നും പറഞ്ഞിങ്ങനെ അവർ പോകുമ്പം ശരി പോവാം. അപ്പോൾ സുധീഷ് തിരിഞ്ഞു നിന്നിട്ട് മനുഷ്യനായ വാക്കായിരിക്കണം സാർ, സ്വന്തമായിട്ട് വീടും കാർക്കെ ഉള്ളതല്ലേ, അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകണമെങ്കിൽ വാക്കായിരിക്കണം കേട്ടോ എന്നൊക്കെ സുധീഷ് ഇങ്ങനെ ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ അടിമുടി ഇങ്ങനെ നോക്കുക. സുധീഷെ മതി പോകാമെന്ന് പറഞ്ഞില്ലേ വാ എന്ന് പറഞ്ഞുകൊണ്ട് നിധി സുധീഷിനെയും കൂട്ടിക്കൊണ്ട് പോകും. അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ഇവരെ അന്തം വിട്ട് നോക്കിയിട്ട് ചേട്ടനും അകത്തേക്ക് കയറിപ്പോയി. അപ്പം ഞാൻ എന്തൊക്കെ നുണ പറഞ്ഞെന്നാണോ? കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് പുറംനാട്ടിൽ ജോലി ചെയ്യുക, പിന്നെ വീട് പാലക്കാടാണ് എന്നൊക്കെയാണ് തട്ടിവിട്ടിരുന്നതെന്ന് നിധി പറയുന്നു. അപ്പോൾ അത് ശരി, അപ്പോൾ ഇയാൾക്ക് നുണ പറയാം, ഞാനൊന്നും പറയാൻ പാടില്ലല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പം ഹലോ, നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയുമ്പം എന്ത് വ്യത്യാസം? രണ്ടും നുണ തന്നെയല്ലേ എന്ന് ചോദിച്ചു സുധീഷ്. ഈ നുണയിൽ നല്ല നുണ ചീത്ത നുണ എന്നൊന്നുമില്ല, അതൊന്നും
എനിക്കറിയാത്തതല്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യമില്ല, അത് വെറുതെ കള്ളം പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല എന്ന് നിധി സുധീഷിനോട് പറഞ്ഞു. വീട് നോക്കാൻ പോയപ്പോൾ കഴുത്തിൽ താലിച്ചെയിൻ കണ്ടിട്ട് അയാൾ കല്യാണം കഴിച്ചതാണല്ലേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ വായി വന്നത് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ സൂപ്പർ, ഒരു പ്രശ്നത്തിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ആ സമയത്ത് വായിൽ വന്നത് അങ്ങ് പറഞ്ഞു അല്ലേ എന്നല്ലേ ഉദ്ദേശിച്ചേ? അത് തന്നെയല്ലേ ഞാനും ചെയ്തത്. പിന്നെ എന്നെ മാത്രം എന്തിനാ ഈ നുണയനെന്ന് വിളിക്കുന്നതെന്ന് നിധിയോട് സുധീഷ് ചോദിക്കുമ്പോൾ പിന്നെ നിങ്ങളാണ് എൻ്റെ ഭർത്താവെന്ന് പറയണമായിരുന്നു എന്ന് ചോദിച്ചു. അയ്യോ അല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ പറയുന്നതിനെ പറ്റി താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് നിധി ചോദിക്കുമ്പോൾ അത് പിന്നെ അയാൾ സത്യം പറയാത്തത് കൊണ്ടാണെന്ന് സുധീഷ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കേടോ. ഈ താലി ചെയിൻ കണ്ട് ഹൗസ് ഓണർ ചോദിച്ചപ്പോഴേ ഇതൊരു ഡെമ്മി കല്യാണമാണ്, ശരിക്കുള്ള കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു. ഇപ്പം എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് നിധി ചോദിക്കുമ്പോൾ എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല, ചോദിക്കുന്നത് പോലെ ചോദിച്ചു, അത്രേ ഉള്ളൂ. ഞാനെന്തായാലും ഒരു നുണ പറഞ്ഞു എന്നും പറഞ്ഞു എന്തൊക്കെ ബഹളമായിരുന്നു. അല്ല അതേ നുണ തന്നെയല്ലേ ഇപ്പം ഇയാളും പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഇതതിന് ഞാൻ മറുപടി പറഞ്ഞാൽ നിങ്ങൾ ഉത്തരം മുട്ടി പോകും വേണോ എന്ന് നിധി ചോദിക്കാം. ഓക്കെ വേണ്ട, ശരി പോകാമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് വേണം അത് പറയാൻ പറഞ്ഞു. നിധി നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് എങ്ങനെയാ എന്നൊക്കെ സുധീഷ് നിധിയോട് ചോദിക്കുമ്പോൾ നിധി ഇങ്ങനെ ആകെ ചൂളി ചമ്മി ഇങ്ങനെ നിൽക്കുക. എന്താടോ, എന്തെങ്കിലും ഒന്ന് പറയടോ. അപ്പം ഇല്ല, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് നിധി സുധീഷിനോട് പറഞ്ഞു. വരുന്നില്ലേ? മനസ്സിലായില്ല. പിന്നെന്താ താൻ ചെയ്യാൻ പോണേ? എന്താടോ വീട്ടിലേക്ക് വരുന്നില്ല? അതിൻ്റെ കാരണമാണോ ഞാൻ ചോദിച്ചത്? ഞാൻ യാത്രയൊക്കെ പറഞ്ഞ് വന്നതല്ലേ, ഇനി വീണ്ടും തിരിച്ചങ്ങോട്ട് വേണ്ട, ഞാൻ വരുന്നില്ല എന്ന് നിധി. എടോ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമല്ലെന്നേ, താൻ അങ്ങോട്ടല്ലാണ്ട് വേറെ എങ്ങോട്ട് പോകാനാ? താനിങ്ങനെ ഈഗോ വെച്ച് പെരുമാറില്ലടോ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് നിധിയെ ഇങ്ങനെ ഉപദേശിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവർക്കും ടാറ്റാ.